വിനോദയാത്ര ഇന്നൊരു വ്യാപക ഏർപ്പാടാണ്. ഊട്ടി പോലെ നല്ല കാലാവസ്ഥയിൽ ഒന്ന് തണുക്കാൻ പോകുന്നവർ, മൈസൂർ പോലെ കൊട്ടാരങ്ങളും കാഴ്ച ബംഗ്ലാവുകളും മൃഗശാലകളും കാണാൻ പോകുന്നവർ, ഹിമാലയം പോലെ പർവ്വതങ്ങളിലേക്ക് സാഹസിക യാത്ര നടത്തുന്നവർ, യാത്ര തന്നെ യൂട്യൂബിലാക്കി ഉപജീവനം കണ്ടെത്തുന്നവർ, അങ്ങനെ പലവിധം. ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു ഉസ്താദ് പക്ഷേ ഊട്ടിക്ക് വെറുതെ നാടു കാണാൻ അഥവാ വെറുമൊരു വിനോദത്തിന് പോകുന്നവർ ജംഅ് ഖസ്ർ ഇളവുകൾ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് വലിയ ചർച്ചയായി. ഉംറ, ഹജ്ജ്, സിയാറ, കച്ചവടം മുതലായ സ്വഹീഹായ ആവശ്യമുള്ള യാത്രയാവണമെന്നും വിനോദയാത്ര ഇതിൽ പെടില്ലെന്നുമാണ് ചുരുക്കം. എന്താണ് നിജസ്ഥിതി? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. നാടുകൾ കാണാൻ വേണ്ടി ഇങ്ങനെ ഒരു പോക്കുണ്ട്. നാടുകൾ കാണാൻ പോയി എന്ത് നാടുകൾ കാണാൻ? ഈ യാത്രക്കാണെങ്കിൽ ജമ്മു കസർ പോലുള്ള ഇളവുകൾ അനുഭവിക്കാൻ പറ്റില്ല എന്നുണ്ട്. അതേ സമയത്ത് മനസ്സിൻ്റെ വിരസത അകറ്റാൻ, മനസ്സിലെ സംഘർഷം ലഘൂകരിക്കാൻ, മനസ്സിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അതിനൊരു ആശ്വാസം കിട്ടാൻ, അതിനൊക്കെയുള്ള ഒരു വിനോദം, അതാണ് ആ വിനോദം എന്നതിൻ്റെ ഉദ്ദേശം. ആ തലക്കാണിപ്പോൾ ഊട്ടിക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നാട് കാണാനെന്ന് വെച്ചാൽ അതിലൊക്കെ നാടുണ്ടല്ലോ. ഊട്ടിയിൽ അത്ര വലിയൊരു നാടൊന്നുമില്ല. അപ്പോൾ പിന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിഞ്ഞൂടെ, ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഈ ഊട്ടി വരെ പോകുന്ന ആളുകളാണെന്ന് വെച്ചാൽ അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ അതൊന്ന് കണ്ട് മനസ്സിലാക്കാനോ അങ്ങനെയുള്ളത് കൊണ്ട് മനസ്സിനൊരു സന്തോഷം കിട്ടാനും മനസ്സിന് സംഘർഷങ്ങൾ ലഘൂകരിക്കാനും ഒക്കെ നടക്കുകയാണെങ്കിൽ അതിന് തെനസുഹിൻ്റെ യാത്ര എന്നാണ് പറയുക. ഈ തെനസുഹിൻ്റെ യാത്രക്ക് ജമ്മു കസറൊക്കെ ആക്കുക, മനസ്സിലായോ? മറ്റു ദേശങ്ങൾ വന്നിട്ട് അത് ഹറാമാകാൻ പാടില്ല, ഹറാമായ യാത്രയാകാൻ പാടില്ല. വേറെ പല ഉദ്ദേശമൊക്കെ വരാലോ, അങ്ങനെ ഹറാമാകാൻ പാടില്ല. ആ ഹറാമല്ലാത്ത യാത്രയാണെങ്കിൽ തെനസുഹിൻ്റെ യാത്രക്ക് ചെയ്യുക. നാടുകൾ കാണാനായിട്ട് ഇങ്ങനെ നടക്കുക എന്നുള്ള, നാടുകൾ കാണുക എന്ന് പറഞ്ഞാൽ എന്തിനാ ചോദിച്ചാൽ ഒന്നുമില്ല, ലക്ഷ്യമല്ല, ഒന്നുമില്ല, നാടുകൾ കാണുക. നാടുകൾ ഇപ്പോൾ എല്ലായിടത്തും ഇല്ല. അവനവൻ്റെ നാട് തന്നെ മതിയില്ല, അപ്പുറത്തൊരു നാട് ഇപ്പുറത്തൊരു നാട് വ്യത്യാസമൊന്നുമില്ലല്ലോ. എന്നാൽ ഈ നാടുകൾ കാണുക എന്നതിൻ്റെ അർത്ഥം റൂയത്തുൽ ബിലാദ്, നാടുകൾ കാണുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇന്ന ഒരു നാട് പ്രത്യേക ലക്ഷ്യത്തോടുകൂടി അത് കാണാനാണെന്ന് വെച്ചാൽ അത് ആ ലക്ഷ്യത്തിനനുസരിച്ചിരിക്കും. നാടുകൾ കാണൽ എന്ന് പറഞ്ഞ് ഒരു ലക്ഷ്യമായിട്ട് കൂട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് തെറ്റിദ്ധരിച്ചതാണ്. തനസുഹിനുള്ളതാണെങ്കിൽ പറ്റും.